ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇടുക്കിയിലെ ഒരു അടിപൊളി ഒരു വാട്ടർഫാൾസ് കാണാൻ പോകണം കേട്ടോ. വെള്ളച്ചാട്ടം, അതായത് എവിടെയാണെന്ന് വെച്ചാൽ തൂവൽ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിലെ ഉദയഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഉദയഗിരിയിൽ നിന്ന് തൂവൽ വാട്ടർഫാൾസ് കാണാൻ പോകണം. അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ട് ബൈക്കൊക്കെ പാർക്ക് ചെയ്തൊക്കെയാണ്. നമ്മൾ ജോമേഷ് പ്രോ ഇപ്പം വരും കേട്ടോ. ജോമേഷ് പ്രോ ഞാൻ വിളിച്ചിട്ടുണ്ട്. ജോമേഷ് പ്രോയുടെ വീട് ഇവിടെ ഉദയഗിരിയിലാണ്. അപ്പോൾ ജോമേഷ് പ്രോയും പൊക്കിക്കൊണ്ട് നേരെ നമ്മൾ വാട്ടർഫാൾസ് കാണാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മളെ ജോമേഷ് പ്രോ വരുന്നുണ്ട്. ഉദയഗിരിയിലോട്ട് സ്വാഗതം. അപ്പോൾ പോവാം നമുക്ക്. ഇന്ന് വെള്ളച്ചാട്ടം റെഡിയല്ലേ? അപ്പോൾ നമ്മളെ പുള്ളിക്കാരൻ്റെ അപ്പാച്ചയും നമ്മളെ ട്വിസ്റ്ററിലാണ് കേട്ടോ പോകുന്നത്. ഇതിലേക്കൂടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ബൈക്കിനകത്തോട്ട് കയറാം അല്ലേ? അപ്പോൾ നമ്മളിന്ന് തൂവൽ വാട്ടർഫാൾസ്. ഞാൻ ക്യാമറ കുറച്ചും കൂടെ ഹെൽമെറ്റിൻ്റെ മേളിലോട്ട് പൊക്കിയിടുന്നു കേട്ടോ. ഇപ്പോൾ വ്യൂ എങ്ങനെയുണ്ട് നോക്കണേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയപ്പോൾ കുറച്ച് താണ കിടക്കുന്നതായിട്ട് തോന്നി. അങ്ങനെ പിന്നീട് അതിൽ ഇളക്കി കളഞ്ഞിട്ട് വീണ്ടും ക്യാമറ ഒന്ന് പൊക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ റോഡ് വ്യൂ കിട്ടാൻ വേണ്ടി, റോഡും സൈഡൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടെ പൊക്കി നോക്കിയിട്ടുണ്ട്. എന്തായാലും അറിയാൻ പറ്റത്തില്ല. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം വ്യത്യാസം ഉണ്ടോന്ന്. നമ്മളപ്പം ഇടുക്കിയിലെ മനോഹാരിതയിലൂടെ കൂടി ഇങ്ങനെ ബൈക്ക് ഓടിച്ച് പോകണം കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു. സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മളെ കരിക്കിൻ മേട് എന്ന് പറഞ്ഞ സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നല്ല അടിപൊളി ഒരു സൺസെറ്റ് ആയിരുന്നു ഞാൻ അവിടെ കണ്ടത് കേട്ടോ. ഞാൻ ഇന്നലെ എന്ത് ചെയ്തു, വീണ്ടും അത് കാണാൻ വേണ്ടി പോയി. വീഡിയോ ഒന്നും എടുക്കാനല്ല, ക്യാമറ ഒന്നും ഇല്ലാതെ നമ്മൾ വെറുതെ ഒന്ന് സൺസെറ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയി. അങ്ങനെ സൺസെറ്റ് കാണാൻ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഒരമ്മ, പിന്നെ 3 പിള്ളേർ, പിന്നെ അവരുടെ ഒരു അമ്മ, പിന്നെ ഭർത്താവ്, അങ്ങനെ എല്ലാം കൂടെ ഒരു 5-6 പേരുണ്ടായിരുന്നു. ഒരു മൊത്തത്തിലുള്ളൊരു ഫാമിലി ഒരു കാറിൽ വന്നു. ഒരു KL 26 അങ്ങാണ്ടാന്ന് തോന്നുന്നു രജിസ്ട്രേഷൻ. വണ്ടിയിൽ വന്നു. അറിയാമല്ലോ, ആ സ്ഥലം നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല ഭംഗി മാത്രമല്ല, അവിടെ ഫുള്ള് പച്ചപ്പും നല്ല വൃത്തിയായിരുന്നു. അങ്ങനെ ഞാനവിടെ ഇങ്ങനെ നിന്ന് സൺസെറ്റൊക്കെ കണ്ട് ഇവരും സൺസെറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര സ്പ്രേയുടെ മണമൊക്കെ ഉണ്ടായിരുന്നു. അത്രയും ഭയങ്കര ഒരു റിച്ച് ആൾക്കാരായിരുന്നു. എന്നിട്ട് സ്പ്രേ ഉണ്ടായത് റിച്ച് എന്ന് പറഞ്ഞല്ല, ഏകദേശമൊക്കെ ഉണ്ടായി ഒരു റിച്ച് ആണെന്ന് തോന്നുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ അവിടുന്ന് ഇങ്ങനെ സൺസെറ്റൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇവർ തിരിച്ചു പോവാണ്. ഇവരവിടെ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവർ ഈ തിന്ന സാധനത്തിൻ്റെ എല്ലാ പ്ലാസ്റ്റിക്കും അവിടെ ഇട്ടിട്ട് ഇവർ മേളിലോട്ട് കയറിപ്പോയി. അങ്ങനെ ഞാൻ കൈ കൊട്ടി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ഈ കാണിച്ച് ശരിയായില്ല, നിങ്ങൾ ഇവിടെ വന്ന് ഇരുന്നിട്ട് എല്ലാം കഴിച്ചിട്ട് ഈ വേസ്റ്റ് ഇട്ടിട്ട് പോയത് ശരിയായില്ല, ഒട്ടും ശരിയായില്ലെന്ന്. ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തിരിച്ചു വന്നില്ല. പുള്ളിക്കാരൻ നേരെ മേളിലോട്ട് കയറിപ്പോയി. കാരണം നമ്മൾ ഇന്ത്യ മഹാരാജ്യം അമേരിക്ക പോലെ ആവണമെന്ന് വിചാരിച്ചാലും നമ്മൾ ഓരോരുത്തരും ചെയ്താലേ നടക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ സാധനം എന്ത് ചെയ്താൽ ഞാൻ പിന്നെ അതിനകത്ത് വേറെ ഉണ്ട് കേട്ടോ. ഞാനൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് അവർ കാറിനകത്ത് കയറുമ്പോൾ ഞാൻ ഇത് കാണിച്ചു, ഞാൻ എടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ അവർക്കൊരു ബോധം ഉണ്ടാവട്ടെ എന്ന് കരുതി. പണ്ട് ഈ പറഞ്ഞ ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം വേസ്റ്റ് എവിടെ വലിച്ചെറിയാതിരിക്കാൻ വേണ്ടി. ഇനി ഈ ബൈക്കിനകത്തിരിക്കുന്ന സാധനം നമ്മുടെ വീടിൻ്റെ അവിടെ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യണം. അത് ഇന്നലെ നടന്നൊരു സംഭവമാണ്. ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് മുൻകൂടി ചെയ്തെന്നുള്ളൂ. കാരണം നമ്മളൊരു യൂട്യൂബർ ആയതുകൊണ്ട് 4 ആൾക്കാർ കാണുന്നവർക്കൊരു ഇതായിക്കോട്ടെ എന്ന് കരുതിയാണ് ഈ ഒരു കാര്യം പറയും. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ തൂവലിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. നല്ല കുത്തനുള്ള ഇറക്കമാണല്ലോ. പോട്ടെ അടിപൊളി വീടല്ലേ. എന്താ വെട്ടം നോക്കിയേ. വീടായതുപോലെ വെളിച്ചം വേണം, ഇരുണ്ടിരിക്കരുത്. ഇവിടെ വഴി ആ കൺഫ്യൂഷനാണ് കേട്ടോ. പല വഴികളാണ്. ഇപ്പോൾ ഇതിലേ കൂടെയാണ് ഗൂഗിൾ മാപ്പും കാണിക്കുന്ന വഴി. ഇതൊരു LP സ്കൂളിലേക്കുള്ള വഴിയാണല്ലോ. വിജയമാത LP സ്കൂൾ, ഈട്ടിത്തോപ്പ്. ഇതേപോലെ സ്കൂളിലോട്ട് എത്തുമല്ലോ. 100 മീറ്റർ ടേൺ ലെഫ്റ്റ്. ആ സ്കൂൾ ഇതാട്ടോ, അടിപൊളി സ്കൂൾ. അപ്പോൾ ഇതിലേ കൂടെയാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ഗൂഗിൾ മാപ്പ് നേരത്തെ അതിലൊരു വഴി കാണിച്ചപ്പോഴത്തേക്കും അവിടെ നടുക്ക് വെള്ളം നിൽക്കുന്നു. അതിൽ റോഡില്ല. പണ്ടം കണ്ട റോഡുണ്ടായെന്ന് തോന്നുന്നു. അതാ ഗൂഗിൾ മാപ്പ് സേവ് വെച്ചിരിക്കുന്നു. അപ്ഡേറ്റ് ആയിട്ടില്ല. ദൈവമേ, ഇതിലാണോ വഴി? ബാബാ ഇത് തന്നെ. ഇതിലൊരു ചെറിയ വഴിയുണ്ട്, ബൈക്കേ പോകത്തുള്ളൂ. കാറിൽ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ പണി കിട്ടിയില്ലേ. ഞാൻ ബൈക്ക് ഓപ്ഷൻ ആയിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അടിപൊളി കേട്ടോ, സൂപ്പർ ഒരു പാലം. അയ്യോ ആ, കുഴപ്പമില്ല. ഇവിടെ നിന്ന് എങ്ങനെയാണ് ചേച്ചി?
ഒരു മിനിറ്റ്, ഗൂഗിൾ ചേച്ചി എങ്ങോട്ടാണ് കാണിക്കുന്നത്? ലെഫ്റ്റ്. വഴി നമ്മൾ മാപ്പ് നോക്കി വരുന്നതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇത് ഞാൻ കാണിച്ചത് ഈ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഇവിടെ വന്നായിരുന്നു. ഇതിലെ കൂടെ കണ്ടോ, ഇതിലെ കൂടെയാണ് വഴി കാണിച്ചത്. ഇവിടെ അപ്പുറത്ത് വെള്ളം ഒഴുകുന്നുണ്ട്, അതിലെ വഴിയില്ല. എനിക്കൊന്ന് അപ്ഡേറ്റ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. പഴയ റോഡാണ്, പുതിയ റോഡ് അപ്ഡേറ്റ് ആയിട്ടില്ല. എന്തായാലും വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയാൽ എങ്ങനെയായാലും നമ്മൾ സ്ഥലത്തെത്തും. അതിന് എതിലെങ്കിലൊക്കെ പറഞ്ഞ് കറക്കിയെങ്കിലും നമ്മളെ സ്ഥലത്തെത്തില്ല, ആ കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. പക്ഷെ ഒന്ന് കറക്കും. എത്താറായി കേട്ടോ, ഇനി ഇച്ചിരി കൂടെ ദൂരമേ ഉള്ളൂ. ഐ തിങ്ക് 650 മീറ്റർ. വണ്ടി ഇടുക്കിയിൽ ഈ വണ്ടി വരികയില്ല. ഒന്നാമത് എൻജിൻ പണിയാണ്, ഞാൻ ചെയ്തതൊന്നുമില്ല, ശരിയാക്കില്ല. അപ്പോൾ നമ്മളിവിടെ മേളിൽ വന്നു കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ വരുവാണെങ്കിൽ ഇവിടെ തൂവാൽ വാട്ടർഫാൾസ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചെറിയൊരു വഴിയിലെ കൂടെയാണ് നമ്മൾ പോകേണ്ടത്. ഇതിലെ കൂടെയാണ് നമുക്ക് തൂവാൽ വാട്ടർഫാൾസ് കാണാൻ പോകേണ്ടത്. അപ്പോൾ ഞാൻ ഇന്ന് ജോമേഷ് ബ്രോയും ബുക്കിയാണ് വന്നത് കേട്ടോ. ജോമേഷ് ബ്രോയൊക്കെ ബുദ്ധിമുട്ടൊന്നായില്ലല്ലോ? ചുമ്മാ ഇരിക്കരുത് അല്ലേ. ഞാൻ എന്താ പറയുക, നമ്മളെ യൂട്യൂബിൽ വന്നിട്ട് ഒത്തിരി ഫ്രണ്ട്സുകൾ കിട്ടിയായിരുന്നു. അതിൽ ഇപ്പോൾ എന്താ പറയുക, പറയാൻ ഏറ്റവും അടുത്തായിട്ടുള്ളൊരു ഫ്രണ്ട്സാണ് നമ്മൾ ജോമേഷ് ബ്രോ എന്ന് പറഞ്ഞത് കേട്ടോ. ഇവിടെ നമ്മൾ ഇടുക്കി വന്ന ശേഷമാണ് പുള്ളിക്കാരനെ പരിചയപ്പെട്ടത്. ഇപ്പം സ്ഥിരം പുള്ളിക്ക് ഞാനൊരു ശല്യമായോ എനിക്ക് ഡൗട്ടുണ്ട്. എപ്പോഴും പുള്ളി വിളിച്ച് എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോകാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൂവൽ വാട്ടർഫാൾസ് എത്തി. ഞങ്ങളിപ്പോൾ വാട്ടർഫാൾസിൻ്റെ മേളിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മളിനി താഴെ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. താഴെ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വഴിയിലേക്ക് കൂടെയാണ് നടന്നാണ് നമ്മൾ വാട്ടർഫാൾസിലോട്ട് പോകേണ്ടത്. അപ്പുറത്ത് വെള്ളമൊക്കെ ഒഴുകുന്ന സൗണ്ടൊക്കെ കേൾക്കാം. അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളായി തൂവൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇതിലേ കൂടെ കണ്ടോ, ഇവിടെ നമുക്ക് നടന്നു പോകാനുള്ള ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പല്ല, ഒരു എന്താ പറയുക, ഒരു പാത്ത് ഇതിലേ കൂടെ ഉണ്ട്. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് ഈ വാട്ടർഫാൾസിൻ്റെ. നമ്മൾ ഇതിലേ കൂടെ ഒന്ന് നടന്നു പോയാൽ നല്ല വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നായിരുന്നു, ഞാൻ വീഡിയോ ഒന്നും ചെയ്തില്ലായിരുന്നേ ഉള്ളൂ. ഞാനിവിടെ വന്നായിരുന്നു. നമ്മൾ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് നിങ്ങൾ നോക്കിയോ, ഞാൻ കാണിച്ചു തരാം. യെസ്, ഓ വേണ്ട, ഇതാണ് നമ്മുടെ തൂവൽ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് വെള്ളം ഒഴുകി ഇത്രയും താഴെ. എൻ്റെ അമ്മ എന്തോ താഴ്ചയല്ലേ, ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്? ഇടുക്കിക്കാരനാണെങ്കിൽ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ വന്നേ പിന്നെയാണ് ഇടുക്കി മൊത്തം എക്സ്പ്ലോർ ചെയ്യുന്നത് അല്ലേ. ബോംബെയിലായിരുന്നു അല്ലേ പുള്ളി? ബോംബെയിലായതുകൊണ്ട് ഇടുക്കി വലുതായിട്ട് എക്സ്പ്ലോർ ചെയ്തില്ല. അടിപൊളി അല്ലേ, നല്ല കാറ്റും അടിപൊളി വെള്ളം കണ്ടോ. ഞാൻ ഇത്ര പ്രതീക്ഷയില്ലല്ലോ നിങ്ങൾ. ഞാൻ ഇന്നലെ കണ്ടതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. കിടിലല്ലേ ഇത് കണ്ടോ. ഇവിടെ നിന്ന് ഈ വെള്ളം ഒഴുകുന്ന കണ്ടാൽ നമ്മൾ വിചാരിക്കത്തില്ല കേട്ടോ ഇവിടെ ഇത്ര വലിയ വാട്ടർഫാൾസ് ഉണ്ടെന്ന്. അവിടെ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടം ഇവിടെ കാണുന്നത് നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. നമ്മൾ ഇങ്ങനെ വെള്ളമായിട്ട് ഓടിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നല്ല ഫോഴ്സിലാണ് വെള്ളം പോകുന്നത്. അടിപൊളി. എത്ര താഴ്ചയിലോട്ടാണ് അറിയോ വീഴുന്നത്. എന്താ സംഭവം, എന്താണ് പരിപാടി? എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ചായ കുടിക്കാതെ. ഞാൻ പറഞ്ഞു ഇവിടെ അടുത്ത് ഹോട്ടലൊന്നും കാണത്തില്ലത്. ഉടനെ ബാഗ് തുറന്ന് 2 ചായ ഇട്ടോ. ആ ഉള്ളിവട ഉണ്ടോ? അത് ശരി, ഉള്ളിവട കൊണ്ടുണ്ടല്ലേ. എന്നാ എടുത്തോ ഉള്ളിവടയും ചായയും കാണിച്ചേ. ഉള്ളിവട ഇതാണ് ഉള്ളിവട. ഇത് ഉഴുന്നുവടയല്ലേ? ഉള്ളിവട ഇത് വലുതാണല്ലോ. ഞങ്ങളവിടെ ഉള്ളിയാ ഉള്ളിവടക്കകത്ത്. ഇത് എന്ത് സംഭവം ആണല്ലേ? അപ്പൊ നമുക്കൊരു ഉള്ളിവടയും ചായ. അടിപൊളി. എല്ലാം മുൻകരുതി കൊണ്ടുവന്നിരിക്കുക അല്ലേ? ആ വാ അപ്പൊ കുടിക്കാം.
ഉള്ളിയില്ലാത്ത ഉള്ളിവട. ഇത് ഞങ്ങളവിടെ ഇതിനെ ഉഴുന്നുവട എന്നാണ് പറയുന്നത് കേട്ടോ. ഉഴുന്നുവടയുടെ ടൈപ്പാണ്, പക്ഷേ ഇത് ഉള്ളിവട കേട്ടോ സംഭവം. ഇത് ഉള്ളിയില്ലല്ലോ അകത്തും. എന്താ ഞാൻ തിന്നിട്ടൊന്നും ഉള്ളിയൊന്നും കാണുന്നില്ല. ജോമേശ്വര ഗ്രാമന്റെ രഹസ്യം എന്തോ? ചായ ആണോ? ഇവിടുത്തെ തേയിലാണോ? ആ, ജോമേശ്വരം അങ്ങനെ വലുതായിട്ട് മിണ്ടത്തില്ല കേട്ടോ. ആകപ്പാടെ മിണ്ടുന്ന എൻ്റെ അടുത്താ. അത് ഈ ആൾക്കാരടുത്തൊന്നും കൂട്ടുവിടാത്ത ആളാട്ടാ. എൻ്റെ അടുത്ത് പക്ഷെ ഭയങ്കര കാര്യമാണ്. അതേപോലെ ഇവിടെ നിങ്ങൾ വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇവിടെ കൈവരി എന്ന് പറയുന്ന എല്ലാ ഭാഗത്തൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ ഏരിയ എന്നൊക്കെ പറയുന്നത് ഫുള്ളി ഓപ്പൺ ആണ്. ഇവിടെ നിന്ന് അങ്ങനെ താഴെ വീണാൽ ഭയങ്കര റിസ്ക്കാണ്. റിസ്ക് നല്ല തട്ടിപ്പോവാണ്. അത്രയും താഴ്ചയിലാണ് കേട്ടോ കിടക്കുന്നത്. ഇതിൻ്റെ താഴ്ചയാണെങ്കിൽ നമ്മൾ എന്തായാലും താഴെ പോയാൽ എടുത്തോളൂ. അപ്പോൾ ഇവിടെ ഒന്നും സേഫ്റ്റി ഇല്ല. അപ്പോൾ വരുന്നവർ സൂക്ഷിച്ചും കണ്ട് നിൽക്കണം. ഇവിടെ അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇതിൻ്റെ താഴെ പോകാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതിൽ വഴിയുണ്ടെന്ന് ഞാൻ ഇതിൻ്റെ താഴെ പോയിട്ടില്ല. ഞാനിപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും താഴെ പോയിട്ടില്ല. അപ്പോൾ താഴെ പോകാൻ പറ്റും, പക്ഷേ അതിൽ കൂടെ ഇതിലെ വഴി എന്ന് പറയുമ്പോൾ നമ്മളെന്തായാലും മേളിൽ പോയിട്ട് ഇതിൻ്റെ നല്ല ഈ ഒരു വാട്ടർഫാൾസ് ശരിക്കും ഒരു എന്താ ഇതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാണെങ്കിൽ നമ്മൾ എന്തായാലും താഴെ പോയാൽ വരത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ താഴോട്ട് പോകാം. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴോട്ട് എത്തിയിട്ടുണ്ട്. ഇതിലേ കൂടെ വന്ന വഴി ഞാൻ തിരിച്ചു പോകുമ്പോൾ കാണിക്കട്ടെ. കുറച്ച് റിസ്കി ആയിട്ടുള്ള വഴിയിലെ കൂടെയാണ് നമ്മൾ വന്നത്. വന്നിട്ട് ഇവിടെ കണ്ട കാഴ്ച നമുക്ക് എന്താ പറയുക, ഭയങ്കരമായൊരു സംഭവമായിരുന്നു കേട്ടോ. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല അല്ലേ ചോദിച്ചോ? ക്യാമറ നോക്കി പറയൂ. സൂപ്പർ അല്ലേ? സൂപ്പർ വ്യൂ. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇടുക്കി വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ വീട്ടിൽ നിന്ന്? ഇന്നേരെ കണ്ടില്ലല്ലോ. ഇത്രയും വില കിടില വാട്ടർഫാൾസ് കണ്ടില്ലല്ലോ. ഇതുവരെ ഭയങ്കര സംഭവം. അപ്പൊ നമുക്ക് സംഭവം എന്താണെന്ന് കാണിക്കണ്ടേ? ഇതിലേക്കൂടെ നമ്മൾ നടന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി നോക്കാം. പോയിട്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ എത്ര മേളിൽ നിന്ന് അറിയോ വെള്ളം വീഴുന്നത്. ഞാൻ ഇത്രയും പ്രതീക്ഷയിലായിരുന്നു കേട്ടോ. മേളിൽ നിന്നപ്പം പോലെ ഞങ്ങൾ അറിഞ്ഞില്ല ഇത്രയും ഹൈറ്റിൽ നിന്നാണ് വെള്ളം താഴോട്ട് വരുന്നത്. പക്ഷേ താഴെ എത്തിയപ്പോഴാണ് മുകളിലത്തെ ഹൈറ്റ് നമുക്ക് മനസ്സിലാവുന്നത്. ആ വെള്ളം ഒഴുകുന്ന ശബ്ദം കണ്ടില്ലേ, എന്താ സ്വീറ്റ് സൗണ്ടാണ്. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ അവിടെ പോയാലേ കറക്റ്റ് ടോപ്പ് വ്യൂ കിട്ടത്തുള്ളൂ. എങ്ങനെയെങ്കിലൊക്കെ ഈ ഒരു അഡ്വഞ്ചറസ് ആയിട്ട് ഇതിലെ കൂടെയൊക്കെ നമുക്ക് നടന്ന് വേണം പോകാൻ കേട്ടോ. കുറച്ച് റിസ്കി വഴിയാണ്, എങ്കിലും നമ്മൾ ആ കാഴ്ച കാണാൻ വേണ്ടി. പാമ്പാ? ഇടുക്കിക്കാർക്ക് പിന്നെ പാമ്പിനൊന്നും പേടിയില്ലല്ലോ. ഇടുക്കി വന്നിട്ട് ഞാൻ ഇതുവരെ പാമ്പിനെ കണ്ടില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ വെള്ളച്ചാട്ടം. എത്ര ഹൈറ്റ് അറിയോ കേട്ടോ. നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല, ഭയങ്കര ഹൈറ്റിലാണ് കേട്ടോ. തൂവൽ വാട്ടർഫാൾസ്, നെടുങ്കണ്ടത്തിൻ്റെ അടുത്തുള്ള തൂവൽ വാട്ടർഫാൾസിലെ വെള്ളമാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നിന്നും വീഴുന്നുണ്ട്, അപ്പുറത്തുനിന്നും വീഴുന്നുണ്ട്. മൊത്തത്തിൽ സൂപ്പർ കേട്ടോ. ഇത്രയും പ്രതീക്ഷയില്ല ഞങ്ങൾ. താഴെ വന്നപ്പോഴാണ് അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലായി. എന്താ എത്ര ഹൈറ്റിലറിയോ. നമ്മൾ താഴേന്ന് നടന്നിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ. ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ വ്യൂ. പക്ഷെ താഴേന്ന് എനിക്ക് കുറച്ചും കൂടെ വ്യൂ ഇഷ്ടപ്പെട്ടു. കണ്ടോ, നമ്മൾ നേരത്തെ നിന്നത് ഈ ടോപ്പിൽ ഇവിടെ ആയിരുന്നു. ഇവിടെ നിന്നുണ്ടോ എന്ത് പോയില്ലോ. ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പോൾ വലിയ മഴയൊന്നും പെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ മഴയൊക്കെ പെയ്തിരുന്നെങ്കിൽ ഇവിടുത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുമാതിരി വെള്ളമായിരിക്കും. അത്ര അടി പൊക്കത്തിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഞങ്ങൾ നേരത്തെ ഇവിടെ നിന്നില്ലേ, ഇതിലേ കൂടെ കറങ്ങി വന്നാലും മതി കേട്ടോ. ഇതിലേ കൂടെ കറങ്ങി വന്നാൽ അവിടെ പിള്ളേരൊക്കെ ഇരിക്കുന്നില്ലേ, ഈ ഭാഗത്തോട്ട് എത്താൻ പറ്റും. ഇതിലേ കൂടെ വഴിയുണ്ട്.
പക്ഷേ ഞങ്ങൾ താഴെ കൂടെയാണ് വന്നത്. പക്ഷേ താഴെ കൂടെ വന്ന ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും അടിയിൽ നിന്നുള്ള വ്യൂ കാണാൻ പറ്റും. അവിടെ നിന്ന് അതിലേ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വരാൻ പറ്റുള്ളൂ. അത് ഭയങ്കര റിസ്ക്കാണ്. ഇതിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈക്ക് വെച്ചിട്ട് നടന്ന് വരണമെന്നേ ഉള്ളൂ. പക്ഷേ നല്ലൊരു വ്യൂവും കിട്ടും, റിസ്ക്കും കുറവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുവഴി വരാൻ നോക്കുക. ഞാൻ വീഡിയോയുടെ അവസാനം ഞങ്ങൾ വന്ന വഴിയുടെ ചെറിയൊരു റോഡും കൂടെ കാണിച്ചു തരാം. കുറച്ച് അഡ്വഞ്ചറസ് റോഡാണ് മാൻ. ഇടുക്കിക്കാരന് ഭയങ്കരമായിട്ട് ഇഷ്ടം. എന്നിട്ട് പറയാം നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം കൂടെ കഴിഞ്ഞ് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമുക്ക് തോർത്തൊക്കെ ആയിട്ട് ഒന്ന് കുളിക്കണം അല്ലേ? വീഡിയോ ഒന്നും എടുക്കാതെ വന്ന് എൻജോയ് ചെയ്യണം. ചാടാൻ തോന്നുന്നുണ്ട്. ഇത് ചാടിയാലേ റിസ്ക് അല്ലേ? ഇവിടെ അല്ല വെള്ളം വീണ് കുഴി കാണും, ഭയങ്കര ആഴം കാണും. എന്തായാലും ഇന്നത്തെ ഈവനിങ് സൂപ്പറായിരുന്നു. ഇടുക്കി ജില്ലയിൽ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യരുത് തൂവൽ വാട്ടർഫാൾസ്. നെടുങ്കണ്ടത്തിനടുത്തുള്ള തൂവൽ വാട്ടർഫാൾസ് കേട്ടോ, മറക്കരുത് എല്ലാവരും. എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ട വാട്ടർഫാൾസുകളിൽ ഇപ്പോൾ ഒന്ന് ഇതാണ് കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഭംഗിയായിട്ടുണ്ട്, നല്ല രസമാണ്. വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരിക്കാനും എല്ലാം സൂപ്പർ കേട്ടോ. കീഴിലെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ആരും ഇടുക്കിയിൽ വന്നാൽ ഒരിക്കലും ഈ വാട്ടർഫാൾസ് വരാൻ മറക്കരുത്. ജോമേഷ് ബ്രോ, നമുക്കപ്പോൾ താഴോട്ട് പോയല്ലോ. ടാറ്റ കാണിക്കാം ഉടനെ, ടാറ്റ കാണിക്കാമെന്ന്. പെട്ടെന്നൊക്കെ തീർത്താൽ അങ്ങ് പോകായിരുന്നല്ലേ? ആണോ? ആ, അപ്പോൾ ഞങ്ങൾ താഴോട്ട് പോയിട്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മൾ വന്ന വഴിയിൽ ചെറിയ റോഡും കൂടി ഈ വീഡിയോയുടെ അവസാനം കാണിക്കാം. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. നമ്മളിപ്പോൾ ഞങ്ങൾ വന്നൊരു വഴിയുണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് കാണിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ചെറിയൊരു ഓഫ് റോഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അപ്പം ഓഫ് റോഡ് കാണാൻ മറക്കരുത്. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. ഇറങ്ങുന്ന വീഡിയോ കൂടെ ഒന്ന് കണ്ടു വെക്കും. ഈ വഴി ഇറങ്ങി വേണം നമുക്ക് വാട്ടർഫാൾസിലോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ വന്ന വഴിയിൽ കൂടെ തിരിച്ച് പോകാൻ പോവാണ്. വഴിയും പറയും.